നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വലിക്കില്ലേ? എന്താ കസ്തൂരി, എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല, ഇവിടെ തന്നെ. ചേട്ടനൊന്ന് എന്റെ കൂടെ നിന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അന്ന് നമ്മൾ ഹോട്ടലിൽ വെച്ചൊരു റീല് ഷൂട്ട് ചെയ്തില്ലേ? അതിന്റെ റീച്ച് എത്രയാന്നറിയോ? എത്രയാ? 76,000. ചേട്ടനെ എനിക്കൊരു ലക്കി പേഴ്സണാ. ചേട്ടൻ നന്നായില്ലെങ്കിലും ചേട്ടന്റെ കൂടെ നിൽക്കുന്നവർ നന്നാവും. ചേട്ടൻ അവിടെ നിന്നിട്ട് എന്നെ നോക്കണേ, ഞാൻ പറയാം. അതുപോലെ തന്നെ ചെയ്യണേ. ദേ ചേട്ടന്റെ ഹൃദയനദി, ചേട്ടന്റെ ലവ് സൗപർണിക. സൗപർണിക നിക്കേ. സൗപർണിക ഒന്ന് വന്നേ. ദേ സൗപർണികയുടെ സ്വന്തം സന്ദീപ്. ഒന്ന് ഇറങ്ങി വാ. വാ വാ. വാ. ഇവിടെ നിൽക്കേ. നല്ല ചേർച്ച. ദൈവം ചേർത്ത് വെക്കാൻ പോകുന്നതാ നിങ്ങളെ. പണ്ടേ എന്റെ അച്ഛമ്മ പറയുമായിരുന്നു, വിഷ്ണു രമയ്ക്ക്, നിഷയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ, അതുപോലെ നിങ്ങള് സൗപർണികയ്ക്ക് സന്ദീപ്. ചേട്ടനെ സൗപർണികയെ വലിയ ഇഷ്ടല്ലേ? 100 വട്ടം. സൗപർണികയ്ക്കോ? എനിക്കറിയാം സൗപർണികയ്ക്കും സന്ദീപേട്ടനെ ഇഷ്ടമാണ്. ദാ നോക്ക്, നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയാ. നോക്കി എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അല്ല, നേരത്തെ പറഞ്ഞെന്താ? അച്ഛമ്മ പറഞ്ഞ കാര്യം. അതോ, വിഷ്ണു രമയ്ക്കും, നിഷയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ. അതായത് ഏറ്റവും ചേർച്ചയുള്ള ദമ്പതിമാരെന്ന അർത്ഥത്തിലാ അച്ഛമ്മ പറഞ്ഞത്. വിഷ്ണു ഭഗവാന് രമ, അതായത് മഹാലക്ഷ്മി. നിഷ രാത്രി. ശശാങ്കൻ ചന്ദ്രൻ. രാത്രിയുടെ കാമുകനാണല്ലോ ചന്ദ്രൻ. ചന്ദ്രനില്ലെങ്കിൽ രാത്രി ഇരുണ്ടുപോകും. അതുപോലെയാണ് ശിവഭഗവാനും പാർവതിദേവി. ഉമ എന്നാൽ പാർവതിദേവി, ഹരൻ ശിവഭഗവാൻ. അവരെയൊക്കെ പോലെ ചേർച്ചയിൽ നിങ്ങൾക്കും ഞാൻ ഫുൾ മാർക്ക് തരും. ഹലോ ഹലോ
ചേച്ചി ആ ചേച്ചി പറഞ്ഞ സ്ട്രീറ്റിൽ ഞാൻ വന്നു. ഏതാ വീട് ചേച്ചി? ഇവിടെ എത്തിയോ? ഞാൻ എന്താ പുറത്തേക്ക് വരാം. ആ ആ ദാ ഇവിടെ ഇങ്ങോട്ട്. ആ, കണ്ടു കണ്ടു. കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടോ? ഇല്ല. ആ അപ്പുറത്തെ ജംഗ്ഷനിൽ വന്ന് ഞാൻ സുരേന്ദ്രന്റെ വീട് എന്ന് ചോദിച്ചു. പൂക്കട നടത്തുന്ന ദേവൂട്ടിയുടെ അച്ഛനല്ലേ, അതിന് ഇതിലേ പോയാ മതി എന്ന് പറഞ്ഞു. ദേവൂട്ടിയെ കുറിച്ച് ഒരു നല്ല അഭിപ്രായമാ പറഞ്ഞത്. ആ അവരൊക്കെ അമ്പലത്തിൽ പോകുന്നവരല്ലേ, അവരൊക്കെ അവളെ കാണും. വാ കേറിയിരിക്കേ. വരൂ ഇരിക്കേ. ആ പല തരക്കാരായ ചെറുപ്പക്കാരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, പ്രൈവറ്റ് കമ്പനി ജോലിക്കാരുണ്ട്, പിന്നെ ചെറിയ ചെറിയ ബിസിനസ്സും ഒക്കെ ആയി കഴിയുന്നവരും ഉണ്ട്. എല്ലാ തരം ആൾക്കാരും ഉണ്ട്. അതെ ഉണ്ടെന്നേ. എങ്ങനെയുള്ളവരാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ, അങ്ങനെ ഇന്നാര് വേണം ഇന്ന തരക്കാര് വേണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവളുടെ കാര്യങ്ങള് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നില്ലേ. ആ കുട്ടി സംസാരിക്കില്ല, നടക്കുമ്പോ കാലിന് ചെറിയൊരു ഏന്തലും ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി അംഗീകരിച്ച് അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി വരുന്നൊരു പയ്യൻ. അത്ര ഞങ്ങള് നോക്കുന്നുള്ളൂ. അതൊക്കെ മനസ്സിലാക്കി വിവാഹത്തിന് സമ്മതിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അത് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ആ വലിയ വലിയ ഡിമാൻഡുകളൊക്കെ വെച്ചാ അതൊക്കെ താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. അത് നോക്കാം. ആ. പിന്നെ എന്റെ അടുത്ത് വന്നിട്ടുള്ള ചില കേസുകളുണ്ട്, ചിലരുടെ ഫോട്ടോയും ഉണ്ട്. അതൊന്നും നോക്കിയിട്ട് താല്പര്യമുള്ള പയ്യന്മാരുണ്ടെങ്കിൽ പറയണം, ഞാൻ അവരോട് സംസാരിക്കാം. ഓ വേണ്ട, ഞങ്ങളായിട്ട് അങ്ങനെ ആരെയും പറയുന്നില്ല. നിങ്ങൾ പയ്യനോടും അവരുടെ ആൾക്കാരോടും സംസാരിച്ചിട്ട് ആർക്കാണോ ഞങ്ങളുടെ കുട്ടിയോട് താല്പര്യം വരുന്നത് അവരുടെ കാര്യം നോക്കാം. അത് ശരിയാ, അതാണ് ശരിയായ വഴി.